നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നരസിംഹ രാമനാഥൻ. എൻ്റെ ചാനൽ NNR സ്കൂൾ ഓഫ് വിസ്ഡം. ഒരു ചാനലിൽ നമ്മൾ ആത്മീയതയെക്കുറിച്ച് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് പല വീഡിയോസും 500 വീഡിയോസ് ആയി കഴിഞ്ഞു. അപ്പം തുടക്കം വീഡിയോ തൊട്ട് ഒടുക്കം വരെയും നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് ശരിയാണോ, നമ്മുടെ നേരായ വഴിക്കാണോ എന്നുള്ളത് കൊണ്ടാണ്. നമ്മളെല്ലാം അന്വേഷിക്കുന്നത് ശാന്തിയും സമാധാനമാണ്. നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് ശാന്തിയും സമാധാനമാണ്, വേറൊന്നും അല്ല. അപ്പം നമുക്ക് പലർക്കും പല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഒരു അസ്ട്രോളജറിൻ്റെ അടുത്തോ ആരുത്തെങ്കിലും അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ പള്ളിയിലോ എവിടെയും ചെന്നിട്ടൊരു പൂജാരി എടുത്ത് ചോദിച്ചിട്ട് നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തുന്നത് അങ്ങനെയാണോ അല്ലെങ്കിൽ അത് ശരിയാണോ എന്നുള്ളതുപോലെ ചൈനയിൽ അല്ലെങ്കിൽ പല രാജ്യത്തും പ്രാക്ടീസ് ചെയ്ത ചില കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ വരുമ്പോൾ, ഉദാഹരണത്തിന് എനിക്കൊരു വീട് വാങ്ങിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിന്ന് ജോലി ചെയ്യണോ വേണ്ടയോ, ഇതിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പേപ്പറിൽ yes or no എന്ന് എഴുതുക. അത് ഈ ജ്യോത്സ്യന്മാരത്ത് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇവർ പ്രശ്നം വെച്ച് നോക്കും എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൽ ആലോചിച്ചിട്ട് ഒരു കബഡി ഇത് ചെയ്യും. ആ സെയിം സാധനം തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഇഷ്ടദൈവമോ ഗുരുവിനെയോ ആലോചിച്ചിട്ട് അതെടുക്കുക, അത് പാലിക്കുക. ഇനി അത് തീരുമാനമെടുക്കുന്നതിന് എന്നാൽ നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. അതിന് നമ്മൾ ഈ അമ്പലപ്പറമ്പിലൊക്കെ ചെന്ന ഈ തത്തയെ കൊണ്ട് ഒരു കാർഡ്, ഒരു പടം വരും. അത് വെച്ച് അവർ പറയും. ഇന്നും ക്ഷേത്ര വാതുക്കൽ അവൈലബിളാണ്. അത് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ജ്യോത്സ്യൻ്റെ പ്രശ്നം വെക്കൽ വർക്ക് ചെയ്യുമെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യും, ഇത് പറയാൻ എനിക്കെന്ത് അധികാരം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ, ഞാനിത് പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കിയതൊന്നുമല്ല, ഞാൻ പ്രാക്ടിക്കലി ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഇത് വർക്ക് ചെയ്യും. അപ്പം ഈ ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ വലിയ ആക്ടേഴ്സും കോടീശ്വരന്മാരും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഏഞ്ചൽ ടാരറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇത് നമുക്ക് അങ്ങനെ നോക്കാമെന്ന് ചോദിച്ചാൽ, നേരത്തെയൊക്കെ ഈ ടാരറ്റ് കാർഡ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കണമായിരുന്നു. അതിന് ബുക്സൊക്കെ അവൈലബിളാണ്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗൂഗിളിൽ ചെല്ലുക, ടാരറ്റ് ഓൺലൈൻ ഫ്രീ അടിക്കുക, വെബ്സൈറ്റ് വരും, നമ്മളതിനെ കാർഡ് സെലക്ട് ചെയ്യുക, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിനകത്ത് വരും. അപ്പം ഇതാണ് ഈ ലോകത്തെ കംപ്ലീറ്റ് പ്രവചനം എന്ന് പറയുന്നത്, പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എത്രത്തോളം തീവ്രമായി അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു എന്നതനുസരിച്ചിട്ടാണ് ഇത് നമുക്ക് അനുകൂലമായിട്ട് വരുന്നത്. അതായത്
നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ എത്രത്തോളം വിശ്വാസം കൊടുക്കുന്നു. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് ഇന്ന കാര്യം ഈ വർഷം വേണം എന്ന് പറയുമ്പോൾ അതിനെന്ത് ചെയ്യണം? അപ്പം അതിനാണല്ലോ നമുക്ക് ആൻസർ വേണ്ടത്. അപ്പം ഇത് നമ്മളൊരു ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തിട്ട് എനിക്ക് ഈ വർഷം ഇന്ന കാര്യങ്ങൾ നടക്കണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല, ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് പല ലെവലുകളിൽ നമുക്ക് ഇതിനുത്തരം കണ്ടെത്താം. നമ്മൾ വിശ്വസിക്കുന്ന ഏതൊരു ആത്മീയ പുസ്തകം തുറന്നാലും ഇതിനകത്ത് ഉത്തരവുണ്ട്. ഇനി ഇത് തന്നെ സംഖ്യാശാസ്ത്രം അനുസരിച്ച് പറ്റും, ന്യൂമറോളജി അനുസരിച്ച് പറ്റും. അതും ഓൺലൈനിൽ കയറി ടൈപ്പ് ചെയ്താൽ കിട്ടും. ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ടിൽ നമ്മൾ കണ്ണടച്ച് ഒരു നമ്പർ തോന്നും. ആ നമ്പർ അനുസരിച്ച് പ്രഡിക്ഷനുണ്ട്. ഇത് തന്നെയാണ് ടാരറ്റിലും വർക്ക് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ജ്യോത്സ്യം പ്രശ്നം വെച്ച് നോക്കുമ്പോൾ സംഭവിക്കുന്നത്. എല്ലാം ഒന്നാണ്. ഇനി വിവരമില്ലാത്ത ആൾക്കാർ ഇതിനെല്ലാം എതിർക്കുകയും ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്നവരോട് നമ്മളൊന്നും പറയണ്ട. നമുക്കിതൊന്ന് നോക്കാം. ഇന്ന് എൻ്റെ ഇരിക്കുന്നത് തിരുവള്ളുവർ തിരുക്കുറലാണ്. ഇത് തമിഴാണ്. ആക്ച്വലി എൻ്റെ ഇരിക്കുന്ന ഒരു മലയാളം ബുക്കാണ്. ഞാൻ ഇത് വെറുതെ എടുത്താണ്. നാളെ ഭഗവത്ഗീത വെച്ചോ ഭാഗവതം വെച്ചോ എനിക്കിത് പറയാൻ പറ്റും. അപ്പം നമ്മൾ 5 പേജ് എടുക്കുന്നു. 5 പേജിൽ എനിക്ക് ആവശ്യമുള്ള ഉത്തരം അതിനകത്ത് വരുന്നു. അതുപോലെ എന്നെ കേൾക്കുന്നവരും അവരുടെ കയ്യിൽ ഭഗവത്ഗീതയോ ഖുറാനോ ബൈബിളോ എന്ത് പുസ്തകമുണ്ടോ അതെടുത്ത് തുറക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് നോക്കാം. ആദ്യത്തെ പേജ് നമ്പർ 315 അതിൽ വന്നിരിക്കുന്നത് 512 ശ്ലോകമാണ്. എന്നാൽ തമിഴൊന്നും വായിക്കുന്നില്ല. കാര്യം തമിഴ് ഇത് മലയാളത്തിലാണ് വായിച്ച ഘട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ മലയാളം: ധനാഗമന മാർഗങ്ങൾ കണ്ടറിഞ്ഞ് ആ പ്രക്രിയ നിരന്തരമായി നടക്കുവാനുള്ള തടസ്സങ്ങളെ നീക്കാൻ കഴിയുന്നവരാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അർഹൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഈ വർഷം എനിക്ക് നടക്കണം. അതിനുള്ള ഉത്തരമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇതിലെന്താ പറയുന്നത്? ധനാഗമന മാർഗങ്ങൾ കണ്ടറിഞ്ഞു. അതിൻ്റെ വേർഡ് മീനിങ് പറയുന്നത് വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിച്ച് അതിനുള്ള പ്രതിബന്ധങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യാൻ കഴിയുന്നവനാകണം എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭാര്യ പെരുക്കി വളംപെടു തുറ്റവൈ ആരായവാൻ ചെയ്യുക വിനയ്. ഭാര്യ എന്ന് പറഞ്ഞാൽ വരുമാന മാർഗങ്ങൾ, പെരുക്കി എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ച്, വരുമാന മാർഗം വർദ്ധിപ്പിച്ച്, വളംപെടു എന്ന് പറഞ്ഞാൽ വളംപെടുത്തു കഴിഞ്ഞാൽ അതിനെ പെടുത്തുകയും ആരായുവാൻ നിരന്തരമായി ഉറ്റവേ അതിനുള്ള പ്രതിബന്ധങ്ങളെ ആരായുവാൻ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. എനിക്ക് കുറച്ച് തമിഴ് അറിയാവുന്നതുകൊണ്ട് ആരാഞ്ഞ് അന്വേഷിക്കുക എന്നുള്ളതാണ്. കണ്ടറിഞ്ഞ് ആരായുവൻ ചെയ്യുക വിനയ്, കണ്ടറിഞ്ഞ് ചെയ്യാൻ കഴിയുന്നവനാകണം. കർത്തവ്യങ്ങൾ വിനയ് എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്തവ്യങ്ങൾ എന്നാണ്, കർത്തവ്യങ്ങൾ ചെയ്യുവാന്നാണ്. ഇനി ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ, നമുക്കിതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം. നമുക്ക് വരുമാന മാർഗം, നമുക്ക് കാര്യങ്ങൾ നടക്കാത്ത എന്താ? വരുമാന മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. അതിലേക്കുള്ള വഴിയും അതിനു വേണ്ട കർമ്മങ്ങളും ചെയ്യുക. ഓക്കെ, ധനാഗമന മാർഗങ്ങൾ കണ്ടറിഞ്ഞ് ആ പ്രക്രിയ നിരന്തരമായി നടക്കുവാനുള്ള തടസ്സങ്ങളെ നീക്കാൻ കഴിയുന്നവനാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അർഹൻ.
എന്ന് പറഞ്ഞാൽ നിരന്തരം ഇത് തന്നെയാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലും സീക്രറ്റ് എന്ന് പറയുന്ന ബുക്കിലും പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിലും എല്ലാത്തിലും പറയുന്നത്. വിശ്വാസം, അതിനുള്ള വഴി കണ്ടെത്തുക, മുമ്പോട്ട് പോവുക. ഇത് പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കത്തില്ല. ഉദാഹരണത്തിന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അർജുനൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങളെ ചൂതുകളിയിൽ രക്ഷിച്ചില്ല? ഈ ചൂതുകളിൽ തോറ്റതിനാണല്ലോ ഭാര്യയുടെ സാരി പിടിച്ച് ഇവർ വലിച്ചത്. അപ്പം കൃഷ്ണൻ പറഞ്ഞെന്തറിയാം, ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതറിയാതെ അത് ചെയ്യരുത്. ചൂതുകളിക്കാൻ നിനക്ക് അറിഞ്ഞൂടാ. മറുപക്ഷത്തിരുന്നവരെന്താ ചെയ്തത്? ചൂത് കളിക്കാനെ അറിയുന്ന ശകുനിയെ കൊണ്ടുപോകും. ഇതിനർത്ഥം എന്താ? നമ്മൾ ഏതൊരു മേഖലയിലും എക്സ്പേർട്ട് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ അത് ചെയ്യരുത്. തോറ്റാലും ഒരു ദൈവവും നിങ്ങളെ രക്ഷിക്കത്തില്ല. ചൂതുകളി തോറ്റിട്ട് എന്ത് സംഭവിച്ചു? ഭാര്യയെ നാണം കെടുത്തി. ഇത് തന്നെയാണ് ലോൺ എടുത്തു കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്ന് വീട്ടുകാരെ ശല്യം ചെയ്യുന്നത്. അപ്ഡേറ്റ് വരെ ആത്മഹത്യയൊക്കെ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വായിക്കാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ ദൈവം എന്നെ രക്ഷപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുന്നത് ആത്മീയതയല്ല. ഇനി ഏതെങ്കിലും ഒരു അസ്ട്രോളജിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ വരുമാനം അനുസരിച്ച് അവർ നമ്മുടെ നിന്ന് പൈസ പറയും. അവർ ദൈവപ്രശ്നം വരെ വെച്ച് നോക്കണമെന്ന് പറയും. അഷ്ടമംഗല്യ പ്രശ്നം വരെ വെച്ച് നോക്കണമെന്ന് പറയും. അവർ വെച്ച് നോക്കട്ടെ, ഫ്രീ ആണെങ്കിൽ ഓക്കെ. ഇപ്പം നമ്മൾ അടുത്തതിന് പൈസ വാങ്ങിച്ചിട്ടാണോ ഈ സ്കൂൾ ഓഫ് സിസ്റ്റത്തിൽ കാര്യം പറയുന്നത്? ഇല്ലല്ലോ. എവിടെ പൈസ വരുന്നോ അവിടെ ശ്രദ്ധിച്ചോണം. അത് അവരുടെ വയറ്റിപ്പിഴപ്പിലാണ്. ഇനി അടുത്ത പറയും, രാജ്യഭദ്രതയ്ക്ക് ധനം വളരെ ആവശ്യമാണ്. ഏതൊരു രാജ്യത്തും ഈ രാജ്യമെന്ന് പറഞ്ഞ ഒരു സിസ്റ്റം പേരുകളാവുന്നപ്പോഴാണ്. അവിടുത്തെ കേരളമാണെങ്കിൽ 3.5 കോടി, ഇന്ത്യയാണെങ്കിൽ 140 കോടി. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം. രാജാവ് ഇരുന്ന കാലം തൊട്ട് ഇപ്പം വരെ ശ്രദ്ധിച്ചു നോക്കി അറിയാം, ധനം വളരെ കുറച്ച് പേരത്തേ ഉള്ളൂ. ഏതാ ഇവർ 2% എന്നൊക്കെ പറയും. 2% പോലും ഇല്ല. 1% കുറവേ ഉള്ളൂ. ഞാൻ ഇവരോടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇവരോടെല്ലാം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആത്മീയ മേഖലയിലുള്ളവരെടുത്തും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാം. ഞാൻ ഇന്നും ധനമുള്ള ഒരാളെ കണ്ടാലും ആത്മീയതയിലുള്ള ഒരാളെ കണ്ടാലും ഞാൻ ഇവരോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ ജീവിത രഹസ്യം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ ഒരാളോട് ചോദിച്ചു എൻ്റെ ഓണം. അയാൾ പറഞ്ഞാൽ ഈ ഹോട്ടലിൽ നിന്ന് പോയ ഒരാൾ 14 ഹോട്ടലോടെ. ഞാൻ ചോദിച്ചു, എന്താണ് വിജയ രഹസ്യം? പുള്ളി പറഞ്ഞൊരു വാക്ക് ഭാഗ്യം എന്നാണ്. ഇംഗ്ലീഷിൽ ലക്ക്. കാര്യം അവർക്കത് പറയാൻ അറിഞ്ഞൂടാ. അതറിയുന്നവനാണ് വിജയിക്കുന്നത്. ഇനി രാജ്യഭദ്രതയ്ക്ക് ധനം വളരെ ആവശ്യമായ ഘടകമാണ്. അപ്പം ആരെങ്കിലും നമ്മളടുത്ത് പറയാൻ നിങ്ങൾക്ക് ആത്മീയതയെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം നിങ്ങൾ പൈസയുടെ പുറകിലാണ് എന്ന് പറഞ്ഞാൽ ആളുടെ അടുത്ത് ഒന്നും പറയരുത്. ഒന്നുമേ പറയരുത്. ഇന്ന് ആത്മീയതയുടെ പേരിൽ നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം, ഞാൻ പറയുന്നത് ഇന്ത്യ വിട്ടേക്കാം, നമ്മൾ നല്ല മര്യാദക്കാരും വൃത്തിയുള്ളവരാണ്. നമുക്ക് വിദേശ രാജ്യങ്ങളൊക്കെ നോക്കുക, എല്ലാം പൈസ റിലേറ്റഡാണ്. അപ്പോൾ പൈസ വേണം. പൈസ വേണ്ടാന്ന് പറയുന്ന ഒരു ആത്മീയ ഒരു ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ അടച്ചു കൂട്ടാം. ഇതൊന്നും പഠിക്കാതെ കാവ്യ വേഷം ഇട്ട് ചുമ്മാ എപ്പോഴെങ്കിലും പറഞ്ഞ് മനുഷ്യന് പറ്റിക്കലാണ് പരിപാടി. എനിക്ക് പച്ചയ്ക്ക് പറഞ്ഞേ പറ്റൂ.
എന്തിനെക്കുറിച്ചും ആൾക്കാർ ഒരു പ്രഭാഷണം നടത്തുന്നത്? എന്ത് ബേസിസിലാണ് ഇവർ പ്രഭാഷണം നടത്തുന്നത്? ഇനി രാജ്യഭദ്രതയ്ക്ക് ധനം വളരെ ആവശ്യമായ ഘടകമാണ്. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ട്രിവാൻഡ്രത്ത് കവടിയാറാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് കവടിയാർ പാലസ്. അപ്പം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ള ആസ്തി മതി കേരളത്തിലുള്ളവർക്ക് ഈ 3.5 കോടി ആൾക്കാർക്കും ആവശ്യത്തിനുള്ള എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യാൻ. ഒരു കാനഡയിലും ഒരു അമേരിക്കയിലും പോകണ്ട, എല്ലാം കൊടുക്കാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്. ഇതെന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? ഇന്നെങ്കിലും ഒരു പഞ്ചം വരികയാണെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കാൻ. ഓരോ വിഷയം വരുമ്പോഴും സർക്കാരിനോട് ഈ റോയൽ ഫാമിലി ചോദിക്കും, എന്തിനാണ് നിങ്ങൾ വിദേശത്ത് പോയി പൈസ ചോദിക്കുന്നത്? നമ്മളിലുണ്ടല്ലോ, നമ്മളിൽ നിന്ന് എടുത്താൽ പോരെ. അപ്പോൾ അതവർ വേണ്ടാന്ന് പറയും. എന്താ കാര്യമെന്നറിയാമോ? അതാണ് ശരിക്കും. ഉള്ളവൻ പോയി വേറൊരുത്തൻ്റെ അടുത്ത് ചോദിച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരു 10 പേരെടുത്ത്, അതായത് ഒരു പൈസ പോലും കടമില്ലാത്തവരോട് നമ്മൾ സംസാരിച്ച് നോക്കും, അവരാണ് ഏറ്റവും ദാരിദ്ര്യവാസികൾ. ഇതൊരു അടവ് നയമാണ്. എന്ന് പറഞ്ഞാൽ അറിയാം, ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ചോദിച്ചാലും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്യണം, നമുക്ക് ചുറ്റും നടക്കുന്ന ആൾക്കാർ. ഇനി രാജ്യഭദ്രതയ്ക്ക് ധനം വളരെ ആവശ്യമായ ഘടകമാണ്. ധനാഗമ മാർഗങ്ങൾ അറിയുകയും പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള മാർഗം നമ്മൾ അന്വേഷിക്കണം. ഇന്ന് പൈസ ഉണ്ടാക്കാൻ സ്ഥലവും വേണ്ട, കടയും വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് നമുക്ക് കേരളത്തിൽ ഇരുന്ന് ലോകത്ത് എവിടെ വേണമെങ്കിലും പ്രോഡക്റ്റ് സെല് ചെയ്യാം. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നു, എൻ്റെ സ്റ്റുഡൻസ് വേൾഡ് ഓവറുണ്ട്. പൈസ എവിടെ നിന്ന് വരുന്നു? ഇതാർക്കും ചെയ്യാം. ഞാൻ അധ്യാപകനായതുകൊണ്ട് പഠിപ്പിക്കുന്നു, അല്ലെ സ്പിരിച്വൽ ആയതുകൊണ്ട് അതിൻ്റെ ക്ലാസ് എടുക്കുന്നു, വക്കീലായതുകൊണ്ട് ലീഗൽ കൺസൾട്ടൻസി നടത്തുന്നു. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ മേഖലയിൽ അവർക്ക് ചെയ്യാം. നല്ല പാട്ട് പാടുന്ന നമുക്കൊരു യൂട്യൂബ് ചാനലോടെ കൂടെ എന്തും ചെയ്തൂടെ. അപ്പം ഇത് പറഞ്ഞു തരാൻ ആളില്ല, സ്കൂളിലുമില്ല, ഒന്നുമില്ല. പഠിക്കും, PhD എടുക്കും, നമുക്ക് ജോലി കിട്ടും. കാലം മാറിയ അനുസരിച്ച് വിദ്യാഭ്യാസം എന്താണെന്നും ഈ വിദ്യ അറിവിനുള്ളതാണ്, ജോലി സമ്പാദിക്കാനുള്ളതല്ല. രാജ്യഭദ്രതയ്ക്ക് ധനം വളരെ ആവശ്യമായ ഘടകമാണ്, തർക്കമില്ല. പക്ഷേ ഇന്ത്യയിലെ ആശ്രമം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആത്മീയത പറയുന്നവർ ഇതിന് നേരെ എതിരെയാണ് പറയുന്നത്. വിവരമില്ലാത്തത് കൊണ്ടാണ് അവരോടൊന്നും സംസാരിക്കരുത്. ധനാഗമാർഗങ്ങൾ അറിയുകയും, അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, മാർഗം തുറന്നു കിടക്കുകയല്ലേ. പലരും പറയുന്നത് കേരളത്തിൽ കൃഷി ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എവിടെ വിൽക്കണം? എന്തിന്? നിങ്ങളിരിക്കുന്ന പഞ്ചായത്ത്, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ചുറ്റും റെസിഡൻഷ്യൽ അസോസിയേഷനില്ലേ, 1000 പേരുള്ള ഗ്രൂപ്പിൽ നമ്മുടെ പച്ചക്കറി ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. മുട്ട, എന്ത് സാധനവും, ഒരു 10 കോഴി വളർത്തിയാൽ പോരെ. അതിൻ്റെ വരുമാന മാർഗമല്ല. ഇത് കുട്ടികളെ പഠിപ്പിക്കാതെ, ഇതൊന്നും പഠിപ്പിക്കാതെ എന്ത് തന്നെയാണോ എന്തോ ആമസോണിൽ നിന്ന് സാധനം മേടിച്ച് തകർക്കുകയാണ്. എന്തിന്? നമുക്ക് ചുറ്റും ഈ സാധനം ചെയ്യുന്ന ആളിരിക്കുമ്പം അയാളെ നിന്നല്ലേ വാങ്ങിക്കേണ്ടത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴ്പ്പെടുത്തി, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇല്ല. അന്ന് ബ്രിട്ടീഷാണെങ്കിൽ ഇന്ന് ആമസോണും വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമാണ്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അടിമ എന്നും അടിമ തന്നെയാണ്. ഇനി ധനാഗമാർഗങ്ങൾ അറിയുകയും അതിനെന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പരാജയം വരും, നമ്മളെന്ത് ചെയ്യും? നമ്മളൊരു 5 തവണ 10 തവണ ചെയ്യും, പിന്നെ നമ്മൾ ചെയ്യത്തില്ല.
ഇന്ന് വേൾഡിലെ ഏറ്റവും ധനാഢ്യൻ ആരാണ്? ഇയാൻ മസ്കാണ്. ഇയാൻ മസ്കിൻ്റെ കഥ വായിച്ചാൽ മതി. ഇയാളെല്ലാം മറ്റേ റോക്കറ്റിൻ്റെ വിക്ഷേപണം നടത്തി മൊത്തം പൈസയും പോയി. പിന്നെ കടമെടുത്തിട്ട് ചെയ്തപ്പോഴാണ് വിജയിച്ചത്. ഞാൻ കടമെടുക്കാനല്ല പറയുന്നത്, വിജയിക്കുന്നത് വരെ നമ്മളതിൽ ഉറച്ചു നിൽക്കുക. ഇത് നെപ്പോളിയൻ ഹില്ലിൻ്റെ ഈ പുസ്തകങ്ങളൊക്കെ ജീവിതത്തിൽ വായിച്ചിരിക്കണം. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഭഗവത്ഗീത വായിച്ചിട്ട് കാര്യമില്ല. കാര്യം ഭഗവത്ഗീത യുദ്ധം ചെയ്യുന്ന ഒരാൾക്കുള്ള ഉപദേശമാണ്. 60 ടൈപ്പ് ഗീതയുണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് അതാണ് വായിക്കേണ്ടത്. ഇതൊന്നും അറിഞ്ഞുകൂടാതെ കുറേ സംസ്കൃതവും പഠിച്ചു വെച്ചിട്ട് തട്ടെന്ന് ഒരു തട്ടുകൾ നമ്മളെ വഴിയാധാരമാക്കാമെന്നല്ലാതെ ഒരു പ്രോഗ്രസ് ഇതിനകത്ത് കിട്ടത്തില്ല. ബൈബിൾ ഏത് ബൈബിളാണ് വായിക്കുന്നത്? നമ്മൾ അത് വായിക്കേണ്ടത് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഖുറാൻ ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. സൂഫിസം ബെസ്റ്റാണ്, ജൈനിസം ബെസ്റ്റാണ്, ബുദ്ധിസം ബെസ്റ്റാണ്. പക്ഷേ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ വായിക്കുന്ന പുസ്തകവും വായിക്കപ്പെടുന്നതിന് വേണ്ടി പുസ്തകം അച്ചടിച്ചിറക്കുന്നവരും യാതൊരു അനുഭവം ഇല്ലാത്ത ആൾക്കാരാണ്. ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്ന ആൾ അയാൾ റോൾസ് റോയ്സിലോ ജെറ്റ് പ്ലെയിനിലോ വന്ന് ഇറങ്ങിയിട്ട് ഈ റോൾസ് റോയ്സ് ഞാൻ ലോ ഓഫ് അട്രാക്ഷനിൽ വരുത്തിയതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അല്ലാതെ ഒരു ട്രെയിനിനെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ? ഓക്കെ, എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ അത് മാറ്റാനുള്ള പ്രാപ്തിയും സേവകനുണ്ടാവണം. ആ തടസ്സം മാറ്റേണ്ടത് ജ്യോത്സ്യനല്ല, ജീസസ് ക്രൈസ്റ്റ് അല്ല, കൃഷ്ണനല്ല, അള്ളാഹു അല്ല, ബുദ്ധനല്ല, ജൈനിസം ഗുരുവല്ല, ബുദ്ധിസ്റ്റ് ഗുരുവല്ല. ഇങ്ങനെ 278 രാജ്യങ്ങളുണ്ട്. ഈ മതങ്ങൾക്കൊന്നുമല്ല. പക്ഷേ ഇത് വായിച്ച് മുമ്പോട്ട് വന്ന കഴിഞ്ഞ 100 വർഷം, 125 വർഷം, അല്ലെങ്കിൽ നമ്മളെടുത്താൽ 1800 തൊട്ട് 2000, 200 വർഷത്തെ ചരിത്രം എടുത്ത്, ഇന്ത്യയുടെ ചരിത്രം എടുത്ത്, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി പോയിട്ടുള്ള, ഇന്ന് നമ്മുടെ കേരളത്തിലെ മാതാ അമൃതാനന്ദമയെ കണ്ടാൽ ഫ്രോഡാണെന്ന് പറയുന്ന നമ്മളെപ്പോലുള്ള, അല്ലെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ ഞാനല്ല, 99% ആൾക്കാരും പറയുന്നത് ഫ്രോഡാണെന്നാണ് പറയുന്നത്. സത്യസായിബാബ അതിനേക്കാളും ഫ്രോഡാണെന്നാണ് പറയുന്നത്. ഇനി വേറെ കുറച്ച് പേര് ജയിലിൽ കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഇവരെല്ലാം അവരവരുടെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇനി ജീവിച്ചില്ലാത്തവരെ കുറിച്ച് ഇവരൊന്നും പറയത്തില്ല. കാര്യം അവർക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പം നമ്മൾ അങ്ങനെയുള്ളവരെ പഠിച്ചാൽ കുറച്ചുകൂടെ സേഫാണ്. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യ ഇതേപോലെ ഒരു ഫോട്ടോ, ആനന്ദമയി. ആ ആനന്ദമയി സ്ത്രീയാണ്. അമൃതാനന്ദമയി ഫ്രോഡാണെന്ന് പറയുന്നവർ അവരെക്കുറിച്ചൊന്ന് പഠിക്കും. ഇനി അവിടം കഴിഞ്ഞില്ല. രാമകൃഷ്ണ പരമഹംസരെ പഠിക്കുന്നുണ്ടല്ലോ ആൾക്കാർ. രാമകൃഷ്ണ ഹംസയ്ക്ക് ഒരു പത്നി ഉണ്ടായിരുന്നു. അവരൊരു ആത്മീയ ഗുരുവാണ്. അവരെ പഠിക്കുക. വിവേകാനന്ദനെ പഠിക്കുക, രാമകൃഷ്ണ പരമഹംസരെ പഠിക്കുക, ജിത്തു കൃഷ്ണമൂർത്തിയെ പഠിക്കുക, രമണ മഹർഷിയെ പഠിക്കുക, ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുക. ഇതെല്ലാം ഓരോ സംസ്ഥാനം വരുമ്പോൾ മാറും. ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ പറയും, തമിഴ്നാട്ടിൽ പറയുമ്പോൾ സിദ്ധൻ്റെ പേര് പറയും. നോർത്തിലേക്ക് പോകുമ്പോൾ അവിടെ വേറെ പേരുകൾ പറയും. അപ്പം നമുക്ക് ഒരിക്കലും ഇതെല്ലാം മൊത്തം വായിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം സാരാംശം ഒന്നാണ്: ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒരു ദൈവമോ ഒരു പുസ്തകമോ തരത്തില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. ഇത് അബ്ദുൽ കലാം പറഞ്ഞു. പക്ഷെ അബ്ദുൽ കലാം അവസാനം ഇതൊന്നുമല്ല ഗൈഡിങ് സോൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി.
ആർക്കും അറിയത്തില്ല. ഇന്ന് പറയുന്ന നമുക്ക് എല്ലാവരും പഠിക്കുകയാണ്. വിവേകാനന്ദനും തുടക്കം പറഞ്ഞ എല്ലാം അവസാനം പറഞ്ഞത്, രാമകൃഷ്ണ പരമഹംസനും തുടക്കം പറഞ്ഞ എല്ലാം അവസാനം പറഞ്ഞത്. അപ്പം ഈ തട്ടുമുളപ്പം സാധനം പഠിപ്പിക്കുന്നവർ അവരവിടെ എവിടെയൊക്കെ നമ്മുടെ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരില്ലേ, കോളേജിൽ പഠിപ്പിച്ച അധ്യാപകരില്ലേ, ഇവർക്ക് പുസ്തകത്തിന് അപ്പുറത്തും ഇപ്പുറത്തും എന്തെങ്കിലും അറിയാം. MBAക്ക് പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു ബിസിനസ് പോലും ചെയ്ത് പരിചയമില്ലാത്ത അവരാണ് പഠിപ്പിക്കുന്നത്. നല്ലവണ്ണം പ്രാക്ടീസ് ഇല്ലാത്തൊരു ഡോക്ടർ മെഡിക്കൽ കോളേജ് പഠിപ്പിക്കുക, നല്ല വക്കീലന്മാർ വേണം LLBയിൽ പഠിപ്പിക്കുക. ഞാൻ പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഫോൾട്ടാണ്. അത് തന്നെയാണ് ആത്മീയതയെ സംഭവിച്ചത്. ഒരു ചോദ്യം ചോദിച്ചാൽ പറയാൻ, ഇപ്പം നമ്മൾ തിരുവോണം ആഘോഷിക്കാറുള്ളത്, ഞാൻ പലരോടും ചോദിച്ചു, എന്താണ് ഈ മെസ്സേജ്? ദാനം കൊടുത്ത ഒരാളെ തലക്ക് ചവിട്ടി പാതാളത്തിലോട്ട് കയറ്റി. ദാനം ചെയ്യണം എന്നാണോ ചെയ്യണ്ടെന്നാണോ? ഇനി ആ ആളിനെ നിങ്ങൾ ആഘോഷിക്കുന്നു. എന്താ ആഘോഷിക്കുന്നത്? ആളെ കൊന്ന് കുഴിച്ചു കൂടിയിട്ട് അതെല്ലാം ആൾക്കാരെ കണ്ടില്ല. ജീവിച്ചിരിക്കുമ്പം അയാളെ ചീത്ത വിളിക്കും, മരിച്ചു കഴിയുമ്പോൾ ഫോട്ടോ വെച്ച് ആഘോഷിക്കും. അതല്ലേ ഈ തിരുവോണത്തിന് എന്താ സംഭവിക്കുന്നത്? എന്തോ ഇവിടെ നടക്കുന്നു? ഞാൻ ഇന്നലെ കണ്ടൊരു കാഴ്ചയാണ്. രാത്രി 9:30 മണിക്ക് ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ട്. ഉരുളുടെ മത്സരവും ഒരു കടൽ തീരത്ത് പാവപ്പെട്ട കുറച്ച് പേര് ആഘോഷിക്കുന്നു. ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ട്. ഞാൻ വലിയവന്മാരുടെ ആഘോഷം ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ഫാമിലി ആ കടൽ തീരത്ത് വന്നിരിക്കുകയായിരുന്നു. ഇത് നടക്കുന്ന രാത്രി 9:10 മണിക്കാണ്. ഞാൻ ഈ ഒരുപടി ഇരുന്ന് കണ്ട് അതിൻ്റെ ഇതെടുത്ത് റീൽസ് ഇട്ടിരുന്നപ്പോൾ ഒരു ആംബുലൻസ് വരുന്നുണ്ട്. ഞാൻ അടുത്തോട്ട് പലരോടും ചോദിച്ചിട്ട് ആർക്കും പിടിയാ. അടുത്തോട്ട് ഇരുന്നപ്പോൾ കണ്ട കാഴ്ച, ആ കടൽ തീരത്തിരുന്ന ഒരു ഫാമിലിയുടെ പുറത്ത് ഇവിടെ നിന്ന് വെള്ളം അടിച്ച് ആരോ ഒരു കുപ്പി എടുത്തെറിഞ്ഞ് അവരെ ദേഹത്ത് കൊണ്ടുപോകും. അവർ ആംബുലൻസിനകത്തിരിക്കുകയാണ്. പോലീസ് അവിടെ ഉണ്ട്, ഡി കൗൺസിൽ ഉണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ ക്യാമറ ഉണ്ടോ? ക്യാമറ ഇല്ല. ചുറ്റും കൂടിയിരിക്കുന്നവർക്ക് സംസാരിച്ചപ്പോൾ എല്ലാവരും അടിച്ച് ഫിറ്റാണ്. ഇതാണൊരവസ്ഥ. അവരെവിടെ പോകുന്നത്? മെഡിക്കൽ കോളേജ്. അവിടെ പോയാൽ അറിയാമല്ലോ, മെഡിക്കൽ കോളേജ് സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് അവരുടെ അവസ്ഥ. പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ പരാതി പറയുന്നവനെ മൃഗങ്ങളെപ്പോലെ തല്ലുന്ന, മൃഗങ്ങളെപ്പോലും തല്ലാൻ പാടില്ല, വിദേശത്താണെങ്കിൽ പിടിച്ചാകത്തിടും. ഇവരാ പോലീസ് സ്റ്റേഷനിൽ ഇനി കയറി ഇറങ്ങേണ്ടി വരത്തില്ലേ? എന്തൊരു അവസ്ഥയാണ് മനുഷ്യൻ്റെ. അതുകൊണ്ട് ആ കടൽ തീരത്ത് പോയി ഇരുന്ന എന്തിനാണ് അവരുടെ ലുലുമോളിൽ പോകാനോ അവിടെ പോകാനൊന്നും പൈസയില്ല, വെറും പാവപ്പെട്ടവരാണ്. ഇപ്പോൾ സാധാരണക്കാരൻ ചെല്ലുന്ന സ്ഥലം ഇതാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് കണ്ണു തുറക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു ചക്കയും മാങ്ങ അമ്മമാത്തന്മാരത്ത് കൺസൾട്ട് ചെയ്യുക. ഒരു ഓണത്തിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ 1 മണിക്കൂർ സംസാരിക്കും. എന്തൊരു പ്രസംഗമെന്നറിയാം, എന്തെല്ലാം ഉദാഹരണങ്ങൾ അവർ പറയുന്നത്. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചു ഇത്ര അറിവ് അല്ല. ഇത് വരുന്നതിന് മുമ്പ് ഒരു സ്ലിപ്പ് എടുത്ത് വെച്ച് 4 കഥ എഴുതി പോക്കറ്റിലിട്ട് വരും. ഇവരെയാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മെസ്സേജ് കേൾക്കുക. ബാക്കിയുള്ളവരെ കേട്ടാൽ വഴിയാധാരം ആവുമെന്നല്ലാതെ നമ്മൾ നന്നാവത്തുമില്ല. ഈ ഉപദേശിക്കുന്നവൻ നന്നാവും. കാര്യം എന്താ? അയാളുടെ പുസ്തകം വിൽക്കും, അയാളുടെ കച്ചവടം നടക്കും, നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും പോകും. ഇത്രയുള്ള കാര്യം. അപ്പം ഞാൻ എൻ്റെ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിന് 5 എണ്ണം എടുക്കണമെന്നാണ് വിചാരിച്ചു. ഞാൻ 1 എടുത്തോളൂ. 512. ഇതാരുടെ കാര്യം തിരുക്കുറളില്ലെങ്കിലും ഗൂഗിളിൽ ചെന്നാൽ ഫ്രീ വേർഷനുണ്ട്. ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ സത്യമാണോ അല്ലയോ എന്ന് കേൾക്കുന്നവർ കേട്ട് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ തെറ്റുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റുണ്ടെങ്കിലും ഞാൻ വിത്ഡ്രോ ചെയ്യാൻ തയ്യാറാണ്. കാര്യം
അതാണ് എല്ലാം. 30 മിനിറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഡെയിലി ടോക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇരുന്നത്. ആർക്കെങ്കിലും ഇതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അവിടെ ഓൺ അടിച്ചാൽ ഞാനിടുന്ന പ്രഭാഷണം നിങ്ങൾക്ക് ഡയറക്റ്റ് വരും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. ഇത് പറയാനോ കേൾക്കാനോ ഞാൻ നേരത്തെ പറഞ്ഞ 99.99 പോയിട്ട് 1% ആൾക്കാർക്കാണ് ഇത് അറിവുള്ളത്. അറിവുള്ളവരിത് കേൾക്കത്തില്ല, അവർ സമയം വേസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ എൻ്റെ തൊഴിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ പാർട്ടായിട്ട് ഞാനത് ഓൺലൈനിൽ ചെയ്യുകയാണ്. ഒരു പൈസയും വാങ്ങിക്കുന്നില്ല, ഫ്രീ ആണ്. കാര്യം ആത്മീയത വിൽക്കാനുള്ളതല്ലെന്ന് എനിക്കറിയാം. ഞാൻ പൈസയ്ക്ക് ഇത് വാങ്ങിക്കാറുമില്ല, വിൽക്കാറുമില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പുസ്തകങ്ങളെല്ലാം, ഇപ്പോഴും വാങ്ങിക്കുന്ന പുസ്തകങ്ങളെല്ലാം എന്തിനു പറയുന്നത്, അത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുകയോ ഒരു വീട് വിൽക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അറിവെന്ന് പറയുന്നതാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. അറിവുള്ളപ്പോൾ പൈസയും വരും. ഇതാണ് ഇതിൻ്റെ എസൻസ്. അറിവില്ലാതെ പൈസ ഉണ്ടായാൽ അത് നിലക്കറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു.